എനിക്ക് ആരോടും ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഷാനവാസിനോട് പോലും ഇല്ല. അടുക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ പ്രശ്നം, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. നെവിൻ ആദിലയോട് പറയാണ്, പറ എന്ന് പറയുന്നുണ്ട്. പറയൂ, എന്താണ് സഫോക്കേറ്റഡ് ആവേണ്ടുന്ന കാര്യം എന്താണിപ്പം? നീ ഇനി അത് പറഞ്ഞിട്ട് പോയാൽ മതി, പറയടി, പറ, മുട കാണിക്കാതെ പറ എന്നൊക്കെ പറയുന്നുണ്ട്. നീ കരഞ്ഞതിൻ്റെ റീസൺ പറ. അപ്പോൾ ആദില പറയാ, ടിഷ്യൂ തീർന്നു. ചില ആൾക്കാരെ അവൾ തെറ്റിദ്ധരിച്ചു, അത് റിയലൈസ് ചെയ്തപ്പോൾ അവൾക്ക് സങ്കടം വന്നെന്ന് പറയുക. ശൈത്യ, തെറ്റിദ്ധരിച്ചതല്ലടാ, അവൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഞാൻ വന്ന അന്ന് മുതൽ നിന്നോട് പറഞ്ഞല്ലോടി, ഇപ്പം നിനക്ക് മനസ്സിലായോ? നിനക്കിപ്പോൾ ആരോടടി സ്നേഹം തോന്നുന്നത്? എൻ്റെ അടുത്തോ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട്. അവളുടെ അടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ അടുത്ത് പറയുന്നവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഇപ്പോൾ അതാ ഞാൻ പറയുന്നത്, നമ്മൾ 7 പേര് തമ്മിലുള്ള മത്സരമല്ല നടക്കുന്നത്, ജനങ്ങളുടെ മത്സരവും PR-ൻ്റെ മത്സരവും. നമ്മൾക്കിനി ഒരു റോളും ഇല്ല, PR ഓർ ജനങ്ങൾ. ഇവിടുത്തെ ഗെയിം ഓവറായെന്ന് അതിൽ പറയുന്നുണ്ട്. PR-ഉം ജനങ്ങളും തമ്മിലുള്ള മത്സരമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇവിടെ കൊടുക്കാത്ത ആൾക്കാരുണ്ട്, നമ്മളെപ്പോലുള്ള ആൾക്കാർ കൊടുക്കാതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, PR-ഉം ജനങ്ങളും തമ്മിലുള്ള മത്സരം. അതിനാണോ ഇങ്ങനെ നടന്ന് മൂങ്ങുന്നത്? അതിപ്പോഴാണോ മോൾക്ക് മനസ്സിലായത്? കുറേ കാര്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്യാൻ കുറേ സമയം എടുക്കുമെന്ന് ശൈത്യ. ഇവിടെ നമ്മൾ പറയുന്ന 1%, പക്ഷെ പുറത്ത് നമ്മളെപ്പറ്റി പറയുന്നത് അതിൻ്റെ 4 ഇരട്ടിയാണ്. പിന്നെ ഇതൊന്നും നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഡിസർവ് ചെയ്യുന്നില്ല. അവിടുന്ന് ഇവിടുന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രാന്ത് പിടിക്കും. ഒരു കള്ള കണ്ണീരും കരച്ചിലും. ഡിസർവിങ് ആയിട്ടുള്ള അവൾ ഉദ്ദേശിക്കുന്ന ആളിന് കപ്പ് കിട്ടത്തില്ലെന്ന് അറിഞ്ഞു. യാഥാർത്ഥ്യം ഇപ്പം കുറേ പേര് വന്നിറങ്ങിയപ്പോൾ മനസ്സിലായി. അതിൻ്റെ കരച്ചിലാണ് നടക്കുന്നത്. അതെല്ലാം ഞാൻ ഓൾറെഡി അറിഞ്ഞിരിക്കുകയാണെന്ന് നെവിൻ പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ, ബിഗ് ബോസ് തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. ബിഗ് ബോസ് അല്ലല്ലോടാ, ജനങ്ങളും PR-ഉം. ഒരു 10 മിനിറ്റിന് മുമ്പേ അനുമോൾ ആ മുൻഷിയോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കരയുന്നുണ്ട്, എല്ലാം കാണുന്ന ആരും കരഞ്ഞു പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് കരഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ വോയിസ് ഓവറൊന്നും ചെയ്യാനൊന്നും പെട്ടെന്ന് പറ്റത്തില്ല. എന്നിട്ടും നമ്മളത് ജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ച് മാക്സിമം ഒരു വീഡിയോ ഇട്ട്, അതിൻ്റെ തൊട്ട് പുറകെ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ അനുമോളെ തേജോവധം ചെയ്തുകൊണ്ട് അകത്തിരുന്നുകൊണ്ട് ഈ സീൻ കണ്ടിട്ട് ചിരിക്കുന്നതാണ്. ഇപ്പം ആ കളിയാക്കിയ ആതിരയാണ് ഇപ്പം ഇങ്ങനെ മൂങ്ങുന്നത്. അനുമോൾക്ക് കപ്പ് കിട്ടുന്നതിന് ഉള്ള മോങ്ങലാണ് ഈ കാണിക്കുന്നത്. ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും പിന്നെ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതിന് നമ്മൾ എത്ര വില കൊടുത്താലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുവരെ ഒരാളെ ഇട്ട് തേജോവധം ചെയ്തപ്പം വിചാരിച്ചത് എന്താ, ഞാനങ്ങ് ജയിച്ച് കപ്പ് നേടി ഈ ആളിനെ ചവിട്ടി താഴ്ത്താമെന്നായിരുന്നു ഇവരുടെയൊക്കെ ഉദ്ദേശം. അപ്പോൾ അതിനിപ്പോൾ നടക്കത്തില്ലെന്ന് ബോധ്യമായപ്പോൾ പിന്നെ ജനങ്ങളെ ഫേസ് ചെയ്യാൻ വയ്യ. നെവിൻ പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം അന്നും ഇന്നും എന്നും അറിയാം, അവളെക്കാട്ടി ബെറ്റർ നീയാണ്. അപ്പോൾ ഉടനെ പറയുന്ന, എന്നെ ഒരിക്കലും അവളുമായിട്ട് കമ്പയർ പോലും ചെയ്യരുത്, നോക്കണേ. അത് പറഞ്ഞത് ശൈത്യം കൂടിയാണ് ആദിലയുടെ കൂടെ. എനിക്ക് 4 ദിവസം കൂടി ഇവിടെ പിടിച്ച് നിൽക്കണം, എല്ലാം കൂടെ പൊട്ടിപ്പോയാൽ ഞാനിവിടെ എവിടെയെങ്കിലും കിടക്കും. എല്ലാം കൂടെ ആലോചിച്ച് ഞാൻ സഫക്കേറ്റഡ് ആവുക. ഇന്നലെ ഈ സമയത്തൊക്കെ എന്തുവായിരുന്നു, രാത്രിയിൽ ഒരു 2:30 മണിക്കാണ് ഈ ആദില കള്ളി നുണച്ചി എന്നൊക്കെ വിളിച്ചിട്ട്, അതൊക്കെ പബ്ലിക്കായിട്ട് വന്ന് ഒരാളെ ഇങ്ങനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ, ഇത്ര 78 എത്രയോ ക്യാമറ ഉണ്ടെന്ന് പറയുന്നത്, ഈ ലോകം മൊത്തമുള്ള ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇച്ചിരി മര്യാദ കാണിക്കാതെ പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ കരയുന്നു.